മിസ്റ്റർ വി ഡി സതീശൻ, നിങ്ങളൊരു മുഖ്യമന്ത്രിയാണ്, അല്ലാതെ പ്രതിപക്ഷ നേതാവ് അല്ല. ആ കാര്യം മനസ്സിലാക്കുക. വ്യക്തി അതാണ്, പക്ഷേ നിങ്ങളുടെ സ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. വ്യക്തിയിൽ ചെറിയ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മേനോനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശൻ ഇക്കാലം കൊണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ അദ്ദേഹം MLA ആയി പ്രതിപക്ഷ നേതാവായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദാമോദര മേനോൻ സതീശനായി ഇത്തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ആ വാലുണ്ടായിരുന്നു. ആ വാലിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ രീതിയിൽ നമ്മളെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് തന്നെ അതിന് പറയേണ്ടി വരും. അച്ഛൻ്റെ പേര് എനിക്ക് പറയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഉടനീളം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില ന്യായീകരണങ്ങൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഉചിതമായതേ അല്ല. പൊതുഭരണ വകുപ്പ് കൂടി ഉണ്ടായിരുന്ന സാഹചര്യം ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. വന്ദേ മാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉയർത്തിയത് വെറും നാണം കെട്ട കാര്യമല്ലേ? അതോടൊപ്പം ഇവിടെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ചേരുന്ന കടമയാണോ? പക്ഷേ മാധ്യമങ്ങൾക്ക് അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. മാധ്യമങ്ങൾ അതൊക്കെ വളരെ ശ്രദ്ധാലുക്കളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ മാധ്യമങ്ങളുടെ വായിൽ നിന്ന് മറ്റൊരു ചോദ്യം, കാരണം താരാട്ടുപാടി ഉറക്കാൻ വിധിക്കപ്പെട്ടവരാണല്ലോ ഇവിടുത്തെ മാധ്യമങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും മാധ്യമങ്ങൾ ചോദിക്കില്ല. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കേൽക്കറെ ഇങ്ങനെ ആക്കി തീർത്തത് അതെല്ലാം അദ്ദേഹത്തിന് വലിയ തമാശയാണ്. ഇതിനു മുമ്പ് ഇവിടെ ഏജൻ്റായിട്ട്, അതായത് BJPയുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാൾ അതേ പെട്ടെന്ന് നിലപാട് തിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി മാറ്റുന്നു. എന്ത് മനോഹരമായ ആചാരങ്ങളാണല്ലോ ഇതെല്ലാം. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത്, വി ഡി സതീശൻ നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയാണ്, അല്ലാതെ ഈ നാട്ടിലെ പ്രതിപക്ഷ നേതാവല്ല. കള്ളം പറയാമായിരുന്നു നിങ്ങൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത്. അത് ആവശ്യത്തിലധികവും ആവശ്യത്തിൽ കൂടുതലും അതിലുപരിയും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേരള ജനതയ്ക്ക് അത്ര കണ്ട് ബോധ്യപ്പെട്ടില്ലെങ്കിലും എല്ലാം അറിയാം.